ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യണം കേട്ടോ. അതായത് ഞാനിപ്പോൾ നാട്ടിൽ പോകുന്ന ഒരു സമയമായിട്ടാണ്. അപ്പോൾ എന്തായാലും നാട്ടിൽ പോയ ഒരുപാട് യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി എൻ്റെ DJI Osmo Pocket 3 ഉണ്ട്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന അതാണ്. പിന്നെ ഐഫോൺ 17 Pro ഉണ്ട്. അപ്പോൾ അതിലൊക്കെയാണ് ഞാനിപ്പോൾ അന്ന് അസർബൈജാൻ യാത്രയൊക്കെ ചെയ്തത് ഐഫോണിലാണ്. പല വ്ളോഗുകളും ഈ DJI Osmo നല്ല ക്യാമറയാണ്, അടിപൊളി ക്യാമറയാണ്. അതല്ലാതെ നമ്മൾ നാട്ടിൽ ചെന്നിട്ട് ഒരുപാട് യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ എനിക്കൊരു ആക്ഷൻ ക്യാമറ വേണം. അപ്പോൾ അതിനു വേണ്ടി എൻ്റെ മുമ്പ് ഗോപ്രോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ കംപ്ലൈൻ്റ് ആയി. പിന്നെ അത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നോക്കി. അതിലിടക്കാണ് ഞാൻ DJI Osmo Action 5 ഇതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാനിത് 5 ഞാൻ കുറേ മുന്നേ നോക്കി വെച്ചത് കാരണം അതങ്ങനെ വാങ്ങിയെന്നുള്ളൂ. അപ്പോൾ ഇതൊന്നും അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ കഴിഞ്ഞാൽ നമുക്കൊരു ഇതിൻ്റെ കൂടെ വരുന്ന ഒരു സെൽഫി സ്റ്റിക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതൊരു അഡ്വഞ്ചർ കോംബോ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നോർമലി ഓടിക്കുമ്പോൾ ഈ സെൽഫി സ്റ്റിക്കൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കുഴപ്പമില്ല, ഒരു നല്ല ഗ്രിപ്പൊക്കെ ഉണ്ട്. ഓക്കെ, അത്യാവശ്യം വലുപ്പമുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇതുണ്ടോ. പിന്നെ അടുത്തത് നമ്മളതിൽ പിന്നെ വേറെ 2 ബോക്സ് ഇതിൽ വരുന്നുണ്ട്. ഇത് ഒരു മൗണ്ട് വരുന്നുണ്ട്. ഇത് നമ്മളെ സെൽഫി സ്റ്റിക്കിൽ ഫിറ്റ് ചെയ്ത മൗണ്ടാണ്. നമുക്ക് ഈ മാഗ്നറ്റിക് ഉള്ള ഒരു മൗണ്ടാണ്. നമുക്ക് ഈ ക്യാമറയിൽ ഇങ്ങനെ മാഗ്നറ്റ് പോലെ എടുക്കാം. ഇതായാലും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഗോപ്രോ ഒക്കെ ആകുമ്പോൾ ക്യാമറ പറഞ്ഞാൽ എപ്പോഴും സ്ക്രൂ ഊരിയിട്ട് വേണം ചെയ്യാൻ. അത് വേണ്ട. ഒരു പ്രാവശ്യം ഇതായാലും ഫിറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ക്യാമറയിൽ ഇങ്ങനെ മാഗ്നറ്റായിട്ട് നിൽക്കും. അതൊരു ലോക്ക് ഉണ്ട് കേട്ടോ, അത് ഞാൻ കണ്ടിരുന്നു. പിന്നെ അതിലുള്ളത് ഒരു USB കേബിളുണ്ട്. അതിൻ്റെ യൂസർ മാനുവലുണ്ട്. പിന്നെ ഒരു സ്റ്റിക്കർ DJI എന്നുള്ളതിൻ്റെ ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നുണ്ട് ഈ ബാറ്ററി ഒട്ടിക്കാനാണ്, ഇതിലൊട്ടിക്കാനുള്ളതായിരിക്കും. അപ്പോൾ ഇത് ബാറ്ററി എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ 3 ബാറ്ററി ടോട്ടൽ വരുന്നുണ്ട്. ഈ അഡ്വഞ്ചർ കോംബോ മേടിച്ചാലുള്ളൊരു ഗുണം വെച്ചാൽ ഈ ബാറ്ററി ഇതൊരു കേസോട് കൂടിയിട്ടാണ്. ഇതിൽ 3 ബാറ്ററി ഉണ്ട്. ഇത് ഇത് നമുക്ക് ചാർജർ കൂടിയിട്ടാണ്. നമ്മളിതിൽ ചാർജ് ചെയ്യും ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സ്റ്റിക്കർ ഇതിൽ ഒട്ടിക്കാനുള്ളതാണ്. ഞാൻ ഇതിലൊട്ടിച്ച DJI കണ്ട ആ സ്റ്റിക്കർ ഇതിലൊട്ടിച്ചാൽ അതൊരു DJIയുടെ പാക്കായി. കുഴപ്പമില്ല. അപ്പോൾ അത്ര ഈ ബാറ്ററിയുടെ പാക്കിലുള്ള അതിൽ തന്നെ വെക്കാം. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ക്യാമറ വരുന്നത്. ഈ ക്യാമറയിൽ ഇതിൻ്റെ ഒരു പ്രൊട്ടക്ടർ കേസ് ഉണ്ട് കേട്ടോ. അത് സാധാരണ നമ്മൾ മറ്റേലൊക്കെ സെപ്പറേറ്റ് വാങ്ങേണ്ടതാണ്. ഇതിൽ തന്നെ അതിൽ വരുന്നുണ്ട്. ഉണ്ടോ, അതിൻ്റെ കൂടെ 2 മൗണ്ട് നമുക്ക് വണ്ടിയിലും ഇതിലൊക്കെ വെക്കാൻ പറ്റും മൗണ്ട്. ഇത് നല്ലതാണ് നമുക്ക് ക്യാമറ. അപ്പോൾ ഇതാണ് ക്യാമറ. ഞാൻ ബ്ലോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യമായിട്ട് വാങ്ങിയ ക്യാമറ DJIയുടെ തന്നെയുണ്ട്. അതായത് ഇതൊന്നും എനിക്കറിയില്ല, DJIയുടെ ഫസ്റ്റ് എടുത്തൊരു ആണ്. അതെനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷമാണ് ഞാൻ ഗോപ്രോയിലേക്ക് മാറിയത്. പിന്നെ ഈ ഗോപ്രോയുടെ പ്രശ്നം വെച്ചാൽ ഓവർ ഹീറ്റിങ്ങിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ. ഇത് 2 സൈഡും സ്ക്രീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ
കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി പഠിച്ച് ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നതിൽ തുടങ്ങിയിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ അത് യൂസ് ചെയ്തിട്ടുള്ളൊരു റിവ്യൂ ഞാൻ തരുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരികയാണ്. ഇതിൽ ഈ ഒരു അഡ്വഞ്ചർ കോമ്പോയിൽ എന്തൊക്കെയുള്ളത് എന്നുള്ളത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നാട്ടിൽ പോയി നാട്ടിൽ പോയി വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഈ ക്യാമറ വെച്ചിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാനുള്ളത്. ഇതിൻ്റെ കൂടെ ഞാനൊരു മെമ്മറി കാർഡ് മേടിച്ചിട്ടുണ്ട്. ഇതിൽ ഉള്ളതല്ല കേട്ടോ, ഞാൻ സെപ്പറേറ്റ് ഒരു 1 TB മെമ്മറി കാർഡും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എന്തൊക്കെയാണ് ഈ ഒരു കോമ്പോയിലുള്ളതെന്നാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ബ്ലോഗായിട്ട് വരുന്നതാണ്. നാട്ടിൽ പോയിട്ട് ഒരുപാട് യാത്രകളും പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. ഓക്കെ.